ഇപ്പൊ 40കളിലെ പ്രണയത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാണ്. കാരണം 40കളിലെ പ്രണയമാണ് ഏറ്റവും മാധുര്യമേറിയത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് സംസാരിക്കാനുള്ളത് സംഗീത ജയ മാഡം ആണ്. അപ്പം കവയിത്രിയാണ്, അധ്യാപികയാണ്. അപ്പം മാഡത്തിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവരുടെ ദാമ്പത്യം തുടങ്ങിയതിന് ശേഷമാണ് അവർക്ക് പ്രണയിച്ചവർ തുടങ്ങിയെന്ന് പറയും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും എന്താ പറയാന്നറിയോ, ദാമ്പത്യം തുടങ്ങിയപ്പോൾ എന്റെ പ്രണയം അവസാനിച്ചു എന്ന് പറയും. പക്ഷെ എന്റെ ചോദ്യം, ദാമ്പത്യത്തിലൂടെ തുടങ്ങുന്നതോ അവസാനിക്കുന്നതോ ആണോ പ്രണയം? പ്രണയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ലേ? എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? പ്രണയം എന്ന വികാരം ഭൂമിയിൽ എക്കാലവും നിലനിൽക്കുന്ന ഒരു വികാരമാണ്. പക്ഷെ ശാശ്വതം എന്ന് പറയുന്നതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പ്രണയം എന്നൊരു ഫീലിംഗ്, രണ്ട് വ്യക്തികൾ തമ്മിൽ അങ്ങനെ ഒരു വൈബ് വരിക എന്ന് പറയുന്നത് തീർച്ചയായും അതിനൊരു എക്സ്പയറി ഡേറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലം അത് ആ ഒരു വൈബിൽ നിലനിൽക്കുന്നതാണ് പ്രണയം എന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ എങ്കിലും ഈ പ്രണയം എന്നുള്ളത് വിവിധ തരങ്ങളിൽ, വിവിധ ഭാവങ്ങളിൽ, വിവിധ സമയങ്ങളിൽ ഏത് ആളുകൾ തമ്മിലും എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു വികാരമാണ്. അപ്പൊ അതിനൊരു പെർമനൻസി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ വിവാഹത്തിന് ശേഷം, വിവാഹത്തിന് മുമ്പ് എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, രണ്ടുപേര് തമ്മിൽ പ്രണയിച്ചു നമുക്ക് വിവാഹിതരാവാം എന്നൊരു തീരുമാനത്തിൽ എത്തുകയാണെങ്കിൽ അവർ വിചാരിക്കുന്നത് ആ ഒരു ഫീലിംഗ് നമുക്ക് ജീവിതകാലം മുഴുവൻ തുടരാൻ പറ്റുമെന്നാണ്. പക്ഷേ വിവാഹം എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ചും വളരെയധികം മേധാവിത്വമുള്ള പാട്രിയാർക്കലായിട്ടുള്ള ഈ ഒരു സമൂഹത്തിൽ തീർച്ചയായും അവിടെ ഒരു പവർ പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവ് എന്ന വാക്ക് തന്നെ ഒരു ഭരിക്കുന്നവൻ എന്നൊരു ഫീല് നമുക്ക് തരുന്ന ഒരു വാക്കാണ്. ഒരു ഫ്രീഡം അതിനകത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ഒരു ഭാര്യ ഭർത്താവ് എന്ന ബന്ധത്തിലേക്ക് കാമുകന്മാർ മാറുമ്പോഴേക്കും അതിന്റെ ആ റൊമാൻറ്റിക് എലിമെന്റ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ആ നഷ്ടമാവുന്നത് ഈ പറഞ്ഞ എല്ലാവരും, വീട്ടുകാർ, നാട്ടുകാർ, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഒരുപാട് എലിമെന്റ്സ് വരുന്നതോടുകൂടി ഈ ഒരു ഫാന്റസി ആയിട്ടുള്ള ഒരു മനസ്സിലിങ്ങനെ വളരെയധികം വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രണയത്തിന്റെ ഒരു മനോഹാരിതയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ശരിക്കും യാഥാർത്ഥ്യത്തിൽ അത് അങ്ങനെ വരാതാവുമ്പോൾ പതിയെ അത് കുറയും. എങ്കിലും അത് നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴായിരിക്കും കുട്ടികൾ ഉണ്ടാവുന്നത്. അവിടെ സ്കൂളുകളിൽ വിടണം, വീട് പണിയണം, കാറ് വാങ്ങണം തുടങ്ങിയ മലയാളികളുടെ ഒരു ശരാശരി മലയാളിയുടെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞു വരുമ്പോൾ ഇത് പതിയെ ഇല്ലാതാവും. പിന്നെ രണ്ടുപേർ തമ്മിൽ ശരിക്കും ഒരുമിച്ച് 24 മണിക്കൂറും ജീവിക്കുമ്പോഴാണ് ഓരോരുത്തരുടെ സ്വഭാവത്തിന്റെ പോരായ്മകളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പ്രണയത്തിലാവുമ്പോൾ അല്ലെങ്കിൽ കാമുകന്മാർ എന്നൊരു ബന്ധത്തിലാവുമ്പോൾ നമ്മൾ അത് അറിയില്ല. നമ്മളുടെ ഒരുവിധം നല്ല ഭാഗം മാത്രമേ നമ്മൾ പുറത്തേക്ക് എടുക്കൂ. നമ്മുടെ ദാമ്പത്യം തുടങ്ങുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ സാമ്പത്തിക പ്രശ്നവും എല്ലാം കടന്നു വരുമ്പോൾ ആ പ്രണയം സാവധാനം ഇല്ലാതാകുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ചില സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയും, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് ആയിട്ട് ഭാര്യയെ ഇങ്ങനെ തുടങ്ങും, അയ്യോ ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഗേറ്റ് പൂട്ടിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യം. അപ്പൊ അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ടുവച്ചിട്ടുള്ള ആ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഇടപഴകലിന് ഒരുപക്ഷെ സാവകാശം കിട്ടാതെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത് പതിയെ ഡൈ ഔട്ട് ആയി പോകുന്നുണ്ട്. പിന്നെ ഈ 40കളിലെ നിങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ആ ഒരു കാലമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ മുതിർന്ന് വീടൊക്കെ വെച്ച് അവർ ഹോസ്റ്റലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടി വീടിന്ന് പുറത്ത് പോകുമ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു മീ ടൈം എന്നൊരു ടൈം ഒരു ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും ഏതൊരു ഇൻഡിവിജ്വലിനും കിട്ടുന്നത്, ഒരു പരിധി വരെ കിട്ടുന്നത്. അപ്പോഴാണ് തന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയി, എന്തൊക്കെ ഇല്ലായി എന്നൊരു തോന്നൽ. അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് 40കൾക്ക് ശേഷം പൊതുവെ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മള് ശരിക്കും ദാമ്പത്യത്തില് ഇപ്പൊ കേൾക്കാറുണ്ടല്ലോ, നമ്മളിപ്പം പറയുന്ന സമയത്ത് മറ്റൊരാളോട് പ്രണയം തോന്നുക, ഇപ്പം ഭർത്താവ് അല്ലാതെ അല്ലെങ്കിൽ ഭാര്യ അല്ലാതെ വേറൊരാളോട് പ്രണയം തോന്നുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ പ്രണയം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്കത് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ രണ്ട് വ്യക്തികൾ വരുമ്പോഴാണ് അവിടെ പ്രണയം സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ സ്പിരിച്വാലിറ്റി പറയുമ്പോൾ പറയും, നമുക്ക് മൃഗങ്ങളോടും പക്ഷികളോടും പൂക്കളോടും പോലും തോന്നുന്ന വികാരമാണ് പ്രണയം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ മകളോട് പ്രണയം തോന്നാറുണ്ട്. ആ പ്രണയം എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സ്നേഹമാണ്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരിക്കും ഈ ദാമ്പത്യത്തിലോട്ട് വരുവാണെങ്കിൽ അവിടെ ശരിക്കും മറ്റൊരാളോട് പ്രണയം ദാമ്പത്യത്തിൽ തോന്നുന്നതിനുള്ള ഒരു കാരണം എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം വിപുലമായി എല്ലാവരും ഉപയോഗിക്കുന്ന, സ്ത്രീകൾ കൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഒക്കെ നേടിയ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു അവസ്ഥ, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് നമുക്ക് പറയാം, അത് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കൂടുതലായിട്ടും നമ്മൾ കാണുകയും ആളുകൾ അത് പറയാൻ യാതൊരു മടിയുമില്ലാതെ, പ്രകടിപ്പിക്കാൻ മടിയുമില്ലാതെ ഇരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ കിട്ടാതെ പോയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് കിട്ടാത്ത ചില സ്വാതന്ത്ര്യങ്ങൾ, ചില നമുക്ക് ഇഷ്ടമുള്ള ചില ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ച ചില കാര്യങ്ങളൊക്കെ വളരെ ചെറുതെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും നടത്താതെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് പലതും വേറൊരാളുടെ സാമീപ്യത്തിൽ അയാളുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ആ തോന്നുന്ന ഒരു അഫിലിയേഷൻ ഉണ്ടല്ലോ, ആ ഒരു അട്രാക്ഷൻ തോന്നുമല്ലോ, അതിന് നമ്മൾ പ്രണയമെന്ന് തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ പ്രണയമാണെന്ന് കരുതുകയും അല്ലെങ്കിൽ ഐ ആം കംഫർട്ടബിൾ വിത്ത് ദാറ്റ് പേഴ്സൺ എന്ന് നമുക്ക് തോന്നുകയും അപ്പൊ അയാളോടൊരു ചായ്വ് വരികയും അങ്ങനെ ആ രീതിയിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ദാമ്പത്യേതര പ്രണയങ്ങൾ ഉണ്ടാകുന്നത്. ശരിയാണ്, നമ്മൾ പറയും ഈ പ്രണയം ആരംഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അത് എക്സ്ട്രീം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് വിത്തിൻ ഡേയ്സ് അത് താഴാൻ തുടങ്ങും. അപ്പോഴും ആ ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു ബോണ്ടിങ് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ മാഡം, അതായത് നമ്മളൊരു പുതിയ പേന വാങ്ങിച്ച അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചാൽ നമുക്ക് അതിനോട് കുറച്ച് നാൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു സാധാരണത്വം വരും. ആ സാധാരണത്വം വന്നാലും അവിടെ നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരു ബോണ്ടിങ് ആവശ്യമാണ് അല്ലെ? അതിനെ കുറിച്ച് എന്താണ്? ആ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫ്രീഡം വേണം, ഒരു ഡെമോക്രസി വേണം, ആ ഒരു ഇക്വാളിറ്റി വേണം. ആ ഒരു ഈക്വൽ സ്പേസിൽ നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് ബ്രീതിങ് സ്പേസ് ഉണ്ട്, ഡെമോക്രസി ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ബന്ധം. അത് സൗഹൃദമാവട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൊലീഗ്സ് തമ്മിലുള്ള ബന്ധമാവട്ടെ, എല്ലാത്തിലും ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യവും ഫ്രീഡവും ഒക്കെ ഉള്ളിടത്ത് മാത്രമേ, സൗഹൃദം ഉള്ളിടത്ത് മാത്രമേ ഇത് നിലനിൽക്കൂ. സൗഹൃദം കൃത്യമായ നല്ലൊരു ബോണ്ടിങ്, സൗഹൃദത്തിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടെങ്കിൽ ഈ പ്രണയത്തിന്റെ ഒരു എലിമെന്റ് ആ ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞാൽ പോലും ഇത് കുറച്ചുകൂടി തുടർന്ന് കൊണ്ടുപോകാൻ നിലനിന്ന് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിവാഹ ശേഷമാണ് അവർ പ്രണയിച്ച് തുടങ്ങിയത് എന്ന് പറയും. കാരണം അതുവരെ എന്തൊക്കെയോ പ്രശ്നമായിരിക്കും, പക്ഷെ അവർ വിവാഹ ശേഷം അവർ ഒരുപാട് പ്രണയം ആസ്വദിക്കുന്നു. അതിനെന്തായിരിക്കും റീസൺ ഉണ്ടാവുക? അങ്ങനെയുള്ളവരും ഉണ്ട്. കാരണം ദാമ്പത്യം നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല, എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചില കപ്പിൾസ് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരോട് ഞാൻ ചോദിക്കും എങ്ങനെ ഇത് സംഭവിക്കുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, പലർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ ചെറുപ്പകാലം വളരെയധികം റെസ്ട്രിക്ഷനോട് കൂടി വളർന്നതായിരിക്കും. പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടത്തോടെ നടക്കാനാവില്ല. സുഹൃത്തുക്കളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്ലാസ് ടൂർ, സ്കൂൾ ടൂർ, കോളേജ് ടൂറിനൊന്നും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കോളേജുകളിൽ തന്നെയും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെ വളർന്നിട്ടുള്ള ചിലർക്ക് പലതും നടന്നിട്ടില്ല. പല ആഗ്രഹങ്ങളൊന്നും ഒതുക്കി അടക്കി വെച്ചിട്ട് സങ്കടപ്പെട്ടൊക്കെ ജീവിച്ചിട്ട് വേറൊരു ലിബറൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളായിരിക്കും ചിലപ്പോൾ പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടോളൂ, നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, നമുക്ക് ഇന്നടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ പോവാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ള അഡ്വഞ്ചറസ് സ്പോർട്സ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവനവൻ്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കും. ചിലർക്ക് ഒരുപാട് പാടാനും എഴുതാനും വരയ്ക്കാനുമുള്ള കഴിവുകൾ ഉണ്ടാവും. വിവാഹത്തിന് ശേഷം പലതും പൂട്ടിവെച്ചിട്ടുണ്ട്. എല്ലാവരും മിക്ക പെണ്ണുങ്ങളും അത് പൂട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്ത് അതിനെല്ലാം അവർക്ക് എല്ലാ തരത്തിലുള്ള എക്സ്പോഷറും കൊടുക്കുന്ന ഒരു പാർട്ട്ണറാണ് കൂടെയുള്ളതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ആ ഒരു സ്നേഹവും ആ ഒരു ഫ്രീഡവും ആ ഒരു സ്പേസിൽ അവർ തീർച്ചയായും ആഹ്ലാദത്തിൽ തന്നെ ആ പ്രണയം അവർക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സൗഹൃദവും ഫ്രീഡവും ഉള്ളിടത്താണ് പ്രണയം ഉണ്ടാവുക എന്നാണ് എനിക്ക് തീർച്ചയായിട്ടും. നമ്മളിപ്പോ വിചാരിക്കുന്നത് പ്രണയം എന്ന് പറയുന്നത് പലരും പറയും കാണുമ്പോൾ ആ ഒരു വല്ലാത്തൊരു അഭിനിവേശം, അതൊന്നും അല്ല. ശരിക്കും ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമ്പോൾ ആ കാര്യങ്ങളെ നമ്മൾ പ്രണയിക്കും. നമ്മളിപ്പോ മാഡം ഇപ്പൊ എഴുത്തുകാരിയാണ്, അപ്പൊ എഴുതുമ്പോൾ ആ എഴുതുന്ന കാര്യത്തെ ഒരു കവിതയാണെങ്കിൽ അതിനെ മാഡം അത് എഴുതി കഴിയുമ്പോഴത്തേക്ക് പ്രണയിക്കും. യഥാർത്ഥ പ്രണയം അതാണ്. അപ്പൊ നമ്മുടെ പാർട്ട്ണർ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് നമുക്ക് പ്രണയം ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് നമുക്ക് പ്രണയം ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലൈഫ് എത്ര മനോഹരമായിരിക്കും. അപ്പൊ 40കളിലെ പ്രണയം എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇനിയും അത് എന്താ പറയാ എത്ര മരണം വരെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കത് നിലനിർത്താൻ പറ്റില്ലേ?
അത് പല തരത്തിലുണ്ട്. 40കളിലെ പ്രണയം എന്ന് പറയുന്നത് വിവാഹബന്ധത്തിനുള്ളിൽ ഉള്ള പ്രണയം, വിവാഹേതര പ്രണയം. വിവാഹേതര പ്രണയങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അവർക്ക് പിന്നെ സ്വന്തം ദാമ്പത്യം ഒരു ഭാഗത്തും പാരലായിട്ട് തന്നെ ഇത്തരം ഒരു അഫെയർ ഒരു ഭാഗത്തുമായിട്ട് ഒരു കുഴപ്പമില്ലാതെ സ്മൂത്തായി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഒരു കാലത്തുള്ള ട്രെൻഡ് എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പെട്ടുപോകുമ്പോൾ വൈകാരികമായിട്ട് അതിൽ പെട്ടുപോയിട്ട് ഈ ഭാഗം വളരെ മോശമാവുകയും അങ്ങനെ വീട്ടിൽ അടിയും പിടിയും ഉണ്ടാവുകയും അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് കലാശിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ഒരു തലമുറ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വളരെ ക്ലെവറാണ് ആളുകൾ. അതും ഇതും ഒരുപോലെ നല്ലപോലെ പഠിച്ചിട്ടുള്ളൊരു അതാണ് നമ്മളിപ്പോ കാണുന്നത്. എന്തായാലും പ്രണയം ഒരു മനോഹരമായ വികാരമാണ് അല്ലെ, ഏറ്റവും മനോഹരമാണെന്ന് പറയാം ശരിക്കും. അപ്പം ഈ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ എപ്പോഴാണെങ്കിലും അതങ്ങനെ മനോഹരമായിട്ട് തന്നെ നിലനിൽക്കട്ടെ അല്ലെ. തീർച്ചയായും അതിൽ രണ്ടുപേർ പരസ്പര വിശ്വാസം, പരസ്പര സ്നേഹം, പരസ്പര ബഹുമാനം, ആ ഒരു ഇക്വാലിറ്റി, ഫ്രീഡം, ഡെമോക്രസി, ഈ ഒരു ഇത്രയും ഇക്വേഷൻസ്, ഇത്രയും വാക്കുകൾ അവിടെ രണ്ടുപേർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടോ അവിടെ തീർച്ചയായും പ്രണയം ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ.